വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികളാലും നാരദ മഹർഷി തുടങ്ങിയ അനേകായിരം മഹർഷി ശ്രേഷ്ഠന്മാരാലും പൂജിക്കപ്പെടുന്ന ശാന്തമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ഗണപതി ഭഗവാന്റെ ഒരു മന്ത്രത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഭക്തിയോടെ ഗണപതി ഭഗവാനെ ഭജിക്കുന്നവർക്ക് ഒട്ടും കാലതാമസം ഇല്ലാതെ അതിവേഗം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഗണപതി ഭഗവാന്റെ ഋണമോചന മന്ത്രം. ഇതൊക്കെ സത്യമാണോ, വല്ല പ്രയോജനവുമുണ്ടോ എന്ന സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് മന്ത്രം ജപിക്കരുത്. പൂർണ്ണ വിശ്വാസത്തോടെയുള്ള ആത്മസമർപ്പണം ഉണ്ടായിരിക്കണം. ഈശ്വരൻ്റെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സനാതനധർമ്മത്തിൻ്റെ അമൂല്യ ഗ്രന്ഥങ്ങളായ വേദങ്ങളിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും തർക്കശാസ്ത്രങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും ലളിതമായ ഭാഷയിൽ വ്യാസഭഗവാനെ പോലെയുള്ള ഈശ്വരാവതാരങ്ങൾ മനുഷ്യർക്ക് നൽകിയതിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണമെന്ന് മാത്രം. മന്ത്രം ജപിക്കേണ്ട വിധം: കഴിയുന്നതും സൂര്യോദയത്തിന് മുമ്പ് തന്നെ സ്നാനാദി കർമ്മങ്ങൾ ചെയ്ത് ശരീരശുദ്ധി വരുത്തി വിളക്ക് കൊളുത്തി 18 തവണ വീതം ഗണപതി ഭഗവാന്റെ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉരുവിടുക. മന്ത്രത്തിൻ്റെ പേര് ഇപ്രകാരമാണ്: ഋണമോചന മന്ത്രം. മന്ത്രം: അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരിണം ഭജേ പുരാണവാരണം. മന്ത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: അകിഞ്ചനാർത്തിമാർജനം ചിരന്തനോക്തിഭാജനം പുരാരി പൂർവനന്ദനം സുരാരി ഗർവചർവണം പ്രപഞ്ചനാശഭീഷണം ധനഞ്ജയാദിഭൂഷണം കപോലദാനവാരിണം ഭജേ പുരാണവാരണം. മന്ത്രത്തിൻ്റെ അർത്ഥം: ദരിദ്രരുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നവനും അനാദിയായ വേദവാക്യങ്ങൾക്ക് വിഷയമായവനും ശ്രീ പരമേശ്വരൻ്റെ പ്രഥമപുത്രനും അസുരന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിച്ചവനും ഈ പ്രപഞ്ചമാകമാനം നശിപ്പിക്കുവാൻ തക്കവിധം അത്യുഗ്രശക്തിയോടു കൂടിയവനും ധനഞ്ജയൻ തുടങ്ങിയ ഉജ്ജ്വല പ്രാണശക്തികളാൽ ഭൂഷിതനും കവിൾത്തടങ്ങളിലൂടെ മദജലമാകുന്ന പ്രചണ്ഡശക്തി പ്രസരിക്കുന്നവനുമായ ആദിമ ഗജമുഖരൂപനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. നന്ദി, നമസ്കാരം.